അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 3262. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാവരോടും, എല്ലാ ജീവജാലങ്ങളോടും നാം കാരുണ്യം കാണിക്കണം, ക്രൂരമായി ഒന്നിനോടും പെരുമാറരുത്, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട് ഉദ്ധരിക്കുന്നതാണ്. യബ്ലുഗു ബിഹിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന സനദുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കാരുണ്യം കാണിക്കുന്ന ആളുകൾ അവരോട് അല്ലാഹു തആല കാരുണ്യം കാണിക്കും. മറ്റു മനുഷ്യരോട്, ജീവജാലങ്ങളോട്, എല്ലാറ്റിനോടും കാരുണ്യം കാണിക്കുന്നവരോട് അല്ലാഹു തആല കരുണയുള്ളവനായിരിക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും. ഇർഹമു അഹ്ലൽ അർദ്, ഭൂമിയിലുള്ള സർവ്വ ആളുകളോടും നിങ്ങൾ കാരുണ്യം കാണിക്കുക. എന്നാൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും. അപ്പോൾ മനുഷ്യരോട്, മറ്റു ജീവജാലങ്ങളോട് നാം കാരുണ്യം കാണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. നമ്മുടെ വീട്ടുപടിക്കൽ വരുന്ന പൂച്ചയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച് ആക്രമിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് വിഷമമാവും, അഥവാ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം കിട്ടുന്നതിന് തടസ്സമാവും. പൂച്ചയോടും കാരുണ്യം കാണിക്കുക, എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കുക. ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് ഒരു പക്ഷേ നമുക്ക് നേരിടേണ്ടി വരും, അതല്ലാത്തതിനോടൊക്കെ നമ്മൾ കാരുണ്യം കാണിക്കുക. അല്ലാഹു തആല അത്തരത്തിൽ കാരുണ്യം കാണിക്കുന്ന, എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കുന്ന, മനുഷ്യരോട് പ്രത്യേകിച്ചും എല്ലാം, അവിടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.